ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുട്ടൻ്റെ വീഡിയോ കോളേജിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആദ്യത്തെ അവസാനത്തെ ദിവസമായി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അങ്ങോട്ട് പറയാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് തമ്പനയിൽ അങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ സോറി. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സെൻട്രൽ ലോഷ്യസിൽ പോയിട്ട് ഫസ്റ്റ് ഡേ തന്നെ അവന് അവിടെ പഠിക്കാൻ ഇഷ്ടമില്ല. എന്താ പറയുക, കൂട്ടുകാർ ശരിയല്ല, പിന്നെ കുറേ കാരണങ്ങൾ പറഞ്ഞു. പിന്നെ കാർമലിൽ വിളിച്ചു വെച്ചപ്പോൾ അവിടെ സീറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കുറേ എതിർത്തു. എന്താ വെച്ചാൽ ഇതാകുമ്പോൾ അടുത്താണ്, അവനത്ര ഭാരം വരില്ല. ഇപ്പോൾ ട്യൂഷനൊക്കെ പോണ കാരണം കൊണ്ട് അത്ര അകലയ്ക്ക് അങ്ങനെ വണ്ടി ഓടിപ്പിച്ച് പോകാമെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കോളേജ് മാറണത്. പിന്നെ ഡിഗ്രിക്കും ഈ പറഞ്ഞ മാതിരി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കോട്ടയത്തവന് സെൻറ്റ് സ്റ്റീഫൻ കോളേജിലായിരുന്നു ആദ്യം അഡ്മിഷൻ കിട്ടിയത്. ഫീസൊന്നും കൊടുക്കാണ്ട് പഠിക്കണ ഒരു ഇതായിരുന്നു കിട്ടിയിരുന്നത്. എന്നിട്ട് ഞാൻ സമ്മതിക്കാണ്ടായിരുന്നു പിന്നെ വേറെ കോളേജിലൊക്കെ ചേർന്ന്. സഹൃദയം മോശം കോളേജായിട്ടല്ല, അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ അതാകുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ നിർബന്ധിച്ചിട്ട് സഹൃദയിൽ പോയിട്ട് അവന് ഇഷ്ടക്കുറവുണ്ടായിരുന്നില്ല. അവന് ഹാപ്പി ആയിരുന്നു അവിടെ പഠിച്ചാൽ. ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എവിടെ പോയാലും ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യം സഹൃദയ എന്ന് പറയുമ്പോൾ തന്നെ 2 പ്രാവശ്യം ചോദിക്കും. അതൊരു നല്ല കോളേജ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതും കാർമലിൽ പോകണമെന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ നിർബന്ധപൂർവ്വം ഞാനങ്ങനെ ജോലിക്ക് ഞാൻ തലേദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ ലീവ് എടുക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ കുറേ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇതൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ വാശി പിടിച്ചിരുന്നു. പിന്നെ പോട്ടേന്ന് വിചാരിച്ച് ഞാൻ അവന് ഇഷ്ടമുള്ള കോളേജിൽ പഠിച്ച് ഇഷ്ടമുള്ള പോലെ പഠിക്കട്ടെ അല്ലേ, അങ്ങനെ വിചാരിച്ച് ഞാനങ്ങനെ. പിന്നെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു. എന്നാൽ നഷ്ടപ്പെട്ടു എന്ന് 100% പറയാനും പറ്റില്ല കേട്ടോ. ഈ കോളേജ് മാറുന്നതോടുകൂടി തന്നെ നമുക്കൊരു 22,000 രൂപയുടെ ലാഭം അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പൈസ നഷ്ടപ്പെട്ടാൽ അതൊരു വലിയൊരു നഷ്ടം എന്ന് പറയാനായിട്ടില്ല. അത് കാരണം കൊണ്ട് ഫീസ് ഇളവുണ്ട്, അവിടെ കുറച്ചും കൂടി ഫീസ് കുറവുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല. അപ്പം അങ്ങനെ സമ്മതിച്ചു. ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാൻ അവൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഫുഡ് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനവിടെ സമാധാനത്തിലിരുന്നു. ആദ്യം ഞാൻ ഹാഫ് ഡേ ജോലിക്ക് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പറ്റില്ല എന്ന് മനസ്സിലായി. കാർമൽ കോളേജ് മാളയിലാണ്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ പോയി അഡ്മിഷൻ എടുത്ത് തിരിച്ച് വരുമ്പോഴൊക്കെ എടുത്തൊരവസ്ഥ പറയാനില്ലല്ലോ, കുറേ വഴി പിടിക്കും. പിന്നെ ഈ ഒരു ദിവസം അധികം മഴ ഉണ്ടായിരുന്നില്ല. നമ്മൾ മറ്റേ കോളേജിൽ ചേരാൻ പോയ ദിവസം ഫുള്ള് മഴയായിരുന്നു. പിന്നെ എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നിട്ട് തിരിച്ച് പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വെട്ടുകാട് സെൻറ്ററിൽ തന്നെ എടുത്തു. പിന്നെ നേരെ അങ്ങനെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ ഹൈവേ ആണ്. പിന്നെ മാള വഴി എന്ന് പറയുന്നത് നല്ല റോഡാണ്. അത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ കരുണാകരൻ്റെ സ്റ്റാച്ചു വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് നടന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ നമ്മുടെ കരുണാകരൻ അല്ലെങ്കിൽ നമ്മുടെ നായനാർ അങ്ങനെയൊന്നും, അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് പാർട്ടി ബേസിൽ പറയുന്നതൊന്നുമില്ല. അതൊക്കെ നമ്മുടെ നേതാക്കന്മാരാണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു പാർട്ടിയിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. പക്ഷേ അത് വെച്ചിട്ട് ഞാൻ കഥയിലേക്ക് പോകണ്ട, അത് പോട്ടെ. നമ്മൾ നേരെ കാർമൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് എത്തി. അവിടെ പാർക്കിംഗ് സ്റ്റാഫിൻ്റെയും കുട്ടികളുടെയും ഒക്കെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് ഒരു ഏരിയയാണ്, അങ്ങോട്ട് റോഡായിട്ട് പോയിട്ട് അങ്ങനെ വണ്ടിയൊക്കെ വെച്ച് നേരെ ഹെൽമെറ്റ് ഊരുമ്പോൾ പിന്നെ നമ്മൾ ചട്ടിത്തല പോലെയല്ലേ ഇരിക്കുക. ഞാൻ കുറേയൊക്കെ മുടി റെഡിയാക്കി അവൻ തലയൊക്കെ ഏരി അങ്ങനെ നേരെ നടന്നു. പിന്നെ അവിടെ ശരിക്കും പിന്നെ അത് ഓട്ടോണമസ് കോളേജാണ്. പിന്നെ അഡ്മിഷൻ തുടങ്ങിയിട്ട് ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായിട്ടാണ്. ഇനി അതൊക്കെ പഠിച്ചെടുക്കണം. അവന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. പിന്നെ അവനാ കഷ്ടപ്പാടല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ ബുദ്ധിമുട്ടണേ. ഞാൻ കുറേ പറഞ്ഞു ക്ഷീണിക്കും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകുമ്പോൾ. പിന്നെ 1 മാസം പഠിച്ചത് 2ാമത് പഠിക്കാൻ നിൽക്കണം, അതൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവൻ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടേക്ക് വിളിച്ചു ചോദിച്ച് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ TC വാങ്ങിക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് സീറ്റുണ്ട്, നമ്മൾ എൻക്വയറി ചെയ്യണ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ആരും എനിക്ക് ചേച്ചിന്നൊന്നും പറഞ്ഞുകൂടാ കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഭയങ്കര ടെൻഷനായെന്ന് പറയാം. സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും TC വാങ്ങിച്ച് പോന്നപ്പോൾ ഭയങ്കര ടെൻഷൻ. പിന്നെ ഇവനെ വിളിച്ചിട്ട് കിട്ടണില്ല, അവൻ കോളേജിലല്ലേ, ഫോൺ വിളിച്ചിട്ടും കിട്ടണില്ല. ആകെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ കോളേജിലത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ചെറുപ്പത്തിലേക്കാണ് നമ്മളിങ്ങനെ ഓടി നടക്കേണ്ടത്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ അവർ തന്നെ ചെയ്തോളും. ഞാൻ സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് മാത്രം സൈൻ ചെയ്യുക, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ അപ്പുറത്തിരുന്നൊരു കുട്ടിയുടെ അടുത്ത് അതും പിന്നെ അവൻ്റെ 10th-ലെയും +2-ലെയും ഒക്കെ മാർക്ക് കണ്ട് ഓരോ സ്ഥലത്ത് ചെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുമ്പോഴും അവനെ ഒരു ചെറിയൊരു ശാസന രൂപത്തിലാണ് കേട്ടോ അവരൊക്കെ ചോദിക്കുന്നത്. ഡിഗ്രിക്ക് അത്ര മാർക്കില്ല അവന്, +2-ഉം 10th-ഉം നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഉഴപ്പിട്ടൊക്കെയാണ് അപ്പോൾ ഡിഗ്രി പഠിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയല്ല എന്നാലും ഒരു ശാസന പോലെയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലൊക്കെ പോയി ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല മുഴുവൻ, കുറച്ച് അടയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മറ്റേ കോളേജിൽ നിന്ന് റിട്ടേൺ പൈസ അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത്ര അഡീഷണൽ പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം. അപ്പോൾ പിന്നെ ഒരാഴ്ചത്തെ ഗ്യാപ്പ് പ്രിൻസിപ്പാൾ എഴുതി തന്നു. പിറ്റേ ദിവസം തന്നെ പൈസ നമുക്ക് കയറി നമുക്ക് ഫീസൊക്കെ അടയ്ക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ. പിന്നെ അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ 1-2 സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ രണ്ടാളും എന്തോ യാദൃശ്ചികമായിട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇന്ന് വന്നത്. അങ്ങനെ തിരിച്ചു പോന്നു. ആദ്യം വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന്, പിന്നെ വിശന്നു ഒരു പരുവായിട്ടാണ് അത്രയും ദൂരം എത്തുമ്പോഴേക്കും. പിന്നെ കൊടകര എത്തിയപ്പോൾ ഇവന് ഇന്ത്യൻ കോഫി ഹൗസിലത്തെ ബിരിയാണി കഴിക്കണം, അതാണ് ഇവൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവൻ്റെ ഫോണിൽ എപ്പോഴും ഫുഡിൻ്റെ കാര്യങ്ങൾ അടിച്ച് നോക്കണോണ്ടായിരിക്കും, അടിച്ച് നോക്കി വഴി ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ 2 ചിക്കൻ ബിരിയാണിയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബീഫ് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ റേറ്റ് വ്യത്യാസം നോക്കിയതാണ് കേട്ടോ. പക്ഷേ ബീഫ് ബിരിയാണി ട്രിക്കാണ് അവിടെ കുറവ് കാണിക്കുന്നത്. ബീഫ് ബിരിയാണി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ട് മസാലയായിട്ട് ബീഫും മസാലയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിയിൽ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും ഇട്ടിട്ട് മുട്ടയൊക്കെ വെച്ച് ബിരിയാണി വെക്കണു. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബീഫ് കറിയാണ് കേട്ടോ ശരിക്കും പറയാൻ വെച്ചാൽ, ചെറിയ പീസുകളാണ്. അപ്പോൾ അത് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ബിരിയാണി, അങ്ങനെയൊക്കെ തന്നെയാണ് ബിരിയാണി. അങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ല. എന്നാലും പിന്നെ എനിക്ക് ബീഫ് ബിരിയാണിയാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണികളും. ചിക്കൻ ബിരിയാണി പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും കേട്ടോ. ബീഫ് ബിരിയാണി അങ്ങനെ എപ്പോഴും കഴിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇതാവാൻ പോയി പൈസയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി. എനിക്കിതാ അവിടെ ഇറങ്ങിയപ്പോൾ നല്ല ചട്ടിക്കലൊക്കെ അവിടെ നിൽക്കണം കേട്ടോ. അവിടെ ഒന്ന് പോയി നോക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ഞാൻ എന്തിട്ടാണ് നോക്കണമെന്നൊന്നും അവന് മനസ്സിലാവുണ്ടായിരുന്നില്ല. വേഗം പോകാൻ എനിക്ക് ട്യൂഷൻ എടുക്കാൻ പോകേണ്ടത് പഠിക്കാനുണ്ട്, 3 മണിയാകുമ്പോൾ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം മെസ്സേജ് വരുമ്പോൾ ഞാൻ നെറ്റ് ഓഫാക്കാൻ മറന്നു കേട്ടോ. അതാ മെസ്സേജ് വരുമ്പോൾ ശബ്ദം. അങ്ങനെ 3 മണിയായപ്പോഴേക്കും എത്തി കേട്ടോ. വഴിയിൽ പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ എത്തി. പിന്നെ അന്നത്തെ വിശേഷം ഞാൻ ഷൂട്ട് ചെയ്തില്ല. വന്നപ്പോഴേക്കും അത്ര നന്നായി വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം, ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡ് നൂഡിൽസാണ് കേട്ടോ. ഞാൻ അരിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ശ്രീകുട്ടൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ്റെ ആഗ്രഹമായിക്കോട്ടെ. ചിക്കൻ ഞാൻ തലേദിവസം വാങ്ങിച്ചത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബോൺലെസ് പീസ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി സോയ സോസ്, ഉപ്പ് സൂക്ഷിച്ച് ഒഴിക്കുക കേട്ടോ. സോസുകൾ ഒഴിക്കുമ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഏതായാലും കുഴപ്പമില്ല. ഞാൻ മുളക് പൊടി ഇട്ടതെന്ന് വെച്ചാൽ ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതാദ്യം തന്നെ ചട്ടിയിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് വെച്ചു കേട്ടോ. വേഗം ഉണ്ടാക്കണം. ശ്രീകുട്ടൻ ട്യൂഷൻ എടുത്ത് വന്ന് ഇപ്പോൾ ഫുഡ് വേണം, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല. പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറില്ല കേട്ടോ. വേറെ നല്ല ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നിൽക്കണ്ടേ. നമ്മുടെ പച്ച ചുരിദാർ ഇട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ചുരിദാർ മാറ്റാനായിന്ന്. കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല അല്ലേ, സോറി കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്സിലിരുന്ന് തരാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര മഴയല്ലേ, നനഞ്ഞൊരു പരുവായിട്ടാണ് ബസ്സിലേക്ക് കയറേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റിന് റിപ്ലൈയും ഷോർട്ട് വീഡിയോ ഒക്കെ വരാത്തത്. ബസ്സിലിരുന്നിട്ടാണ് കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ബസ്സിൽ അതിന് പറ്റണില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വറവായി അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഇത്രയ്ക്കായി പച്ചമുളക്, ഇത്രയ്ക്കായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ്. സവോള ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടു. പിന്നെ ക്യാപ്സിക്കോ മഷ്റൂമോ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ, ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഒഴിക്കേണ്ട സോസൊക്കെ ഓയിസ്റ്റർ സോസാണ്. അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി സോസും ചില്ലി സോസും സോയ സോസും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ആ സോസുകളൊക്കെ ഒഴിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു. ആ കുരുമുളകിൻ്റെ ഫ്ലേവർ വന്നപ്പോഴാണ് എനിക്കിഷ്ടമായി. എനിക്ക് വൈറ്റ് സോസിലുള്ള പാസ്ത ആയാലും നൂഡിൽസ് ആയാലും ഒന്നും ഇഷ്ടമില്ല കേട്ടോ. അതിനിടയ്ക്ക് നൂഡിൽസ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഞാൻ മാഗിയുടെ ആ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആ മസാലയും കൂടി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണത്.
അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അച്ഛമ്മ അങ്ങനെ കഴിക്കൊന്നുമില്ല, നൂഡിൽസ് ഇഷ്ടമില്ല. ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ രണ്ടെണ്ണം ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും രണ്ടെണ്ണം വേഗം എടുത്തുകൊണ്ട് പോയി കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടിനും സ്കൂൾ വിട്ട് വന്നിട്ട് വിശന്നിട്ട് ഞാൻ 7 മണിയാവും എത്തുമ്പോൾ. അത് കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയായാലും 7:30 അപ്പോൾ പിന്നെ വിശപ്പിൻ്റെ കാര്യം പറയാനില്ലല്ലോ. ഞാൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടന് പിറ്റേ ദിവസം 6:15 ട്യൂഷന് പോകണം. അവിടെ നിന്ന് നേരിട്ടാണ് കോളേജിൽ പോണത്. പിറ്റേ ദിവസം തന്നെ കോളേജ് ഉണ്ടായിരുന്നു. ശനിയാഴ്ച ആയിരുന്നു എന്നുണ്ടെങ്കിലും കോളേജ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ദിവസം മുടക്ക് കൊടുത്തിട്ട് അന്ന് ഉണ്ടെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ തുണികൾ കഴുകലും പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വെച്ച് തർമ്മലിൽ ഇറക്കി വെക്കലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻകറിയും ചോറും ഉണ്ടായിരുന്ന രാവിലത്തേക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അവനൊരു മുട്ട പൊരിച്ച് കൊടുക്കുക, പിന്നെ ഒരു ഇത്തിരി അച്ചാർ വെച്ച് കഴിഞ്ഞാൽ ചോറ് പകർത്തി കൊടുത്തയക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒക്കെ അങ്ങനെ റെഡിയാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് ആ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. ഓവറായിട്ട് പൊടികൾ മൂക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചുമന്നുള്ളിയും തക്കാളിയും കൂടി അരച്ചതാണ് ചേർക്കണത്. ഇത് വഴറ്റിയിട്ട് അരച്ച് ചേർക്കണതാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ കിളിമീൻ ഉണ്ടല്ലോ, മഞ്ഞക്കോര, അതും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 3 എണ്ണം മഞ്ഞക്കോര നല്ല ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കുടംപുളി, ഇന്ന് ഇത്തിരി പുളി കുറവായിട്ടാണ് മീൻ കറിയിൽ, ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വേഗം വറക്കാനുള്ളത് റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും തിളച്ചു. പിന്നെ വേഗം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. നന്നായിട്ട് തിളപ്പിച്ച് ഓഫ് ചെയ്തു കേട്ടോ. അവസാനം ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചില്ല, മൂപ്പിക്കാൻ അത്യാവശ്യം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പിലിട്ട് മൂടി വെച്ചു. പിറ്റേ ദിവസം രാവിലെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അച്ചാർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെയിൽ ചെയ്യാൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അങ്ങനെ അച്ചാർ ഉണ്ടാക്കി ഭരണിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ സെയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, അഭിപ്രായം പറയൂ കേട്ടോ.